ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവ്വ ദുരിയത്തുകളെയും അല്ലാഹു പുറപ്പെടുവിച്ചു. സർവ്വ അർവാഹുകളും മനുഷ്യരുടെ അർവാഹുകളെ മുഴുവനും അല്ലാഹു പുറപ്പെടുവിച്ചു. അന്ന് അല്ലാഹു തആല അർവാഹികളെ മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതേ സമയത്ത് സ്വർഗമില്ല, ദുനിയാവില്ല, മറ്റൊന്നുമില്ല. ആ ഒരുമിച്ച് കൂടിയ ആത്മാക്കളോട് അല്ലാഹു ചോദിച്ചു, ഫമാദാ തത്ലുബൂൻ വമാദാ തഖ്സിദൂൻ, എന്താണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഒന്ന് പറഞ്ഞോളൂ. അന്ന് ഒരുമിച്ച് കൂടിയ സർവ്വ അർവാഹുകളും പറഞ്ഞു, ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഈ ദിക്ർ അന്ന് വന്നതാ. അല്ലാ, നീയാണ് ഞങ്ങളെ മഖ്സൂദ്, നീയാണ് ഞങ്ങളെ മത്ലൂബ്. നിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ പൊരുത്തമാണ് ഞങ്ങളെ ലക്ഷ്യം. ഇതങ്ങ് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ആത്മാവും അന്ന് ഒഴിവല്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ ദുനിയാവ് പടച്ചു. ഈ ദുനിയാവ് പടച്ചിട്ട്, അല്ലെങ്കിൽ ദുനിയാവിന്റെ കൃത്യമായിരിക്കുന്ന ഫിലിം ഈ ആത്മാക്കൾക്ക് മുമ്പിൽ കൂടി അല്ലാഹു നടത്തി. എന്തൊക്കെ സൗകര്യങ്ങളാ, എന്തൊക്കെ സുഖങ്ങളാ, എന്തൊക്കെ ആഡംബരങ്ങളാ, എന്തൊക്കെ ആകർഷണീയ വസ്തുക്കളാ, സുന്ദരികളായ പെണ്ണുങ്ങളാ, അല്ല സുന്ദരമായ വസ്ത്രങ്ങളാ, പരിപാടിക കൊട്ടാരങ്ങളാ, ആർഭാടമുള്ള വാഹനങ്ങളാ, നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളാ, ഉയർന്നു നിൽക്കുന്ന ഫ്ലാറ്റുകളാ, കൊട്ടാര സമാനമായ വീടുകളാ, അത്യന്താധുനിക സൗകര്യങ്ങളാ. ഈ ദുനിയാവ് സർവ്വ ആഡംബരങ്ങളോടെ, സർവ്വ ഭംഗികളോടെ, സർവ്വ കാര്യങ്ങളോടുകൂടി പടച്ച റബ്ബി അർവാഹുകളുടെ മുമ്പിലങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലാഹു തആല അങ്ങ് വെളിവാക്കിയപ്പോൾ, വീണ്ടും ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഞങ്ങളെ ലക്ഷ്യം, മാത്രമാണ് ഞങ്ങളെ പൊരുത്തം എന്ന് പറഞ്ഞിരുന്ന അർവാഹുകളിൽ നിന്ന് മഹാഭൂരിപക്ഷം 90% ആളുകളും 80% ആളുകളും സുബ്ഹാനല്ലാഹ് ഈ ദുനിയാവിലെ സൗകര്യങ്ങൾ കണ്ട്, ദുനിയാവിലെ ആഡംബരങ്ങൾ കണ്ട്, ദുനിയാവിന്റെ ഭംഗി കണ്ടിട്ട് ദുനിയാവ് തെരഞ്ഞെടുത്തു. നോക്കൂ, ഒരു തോട്ടം കണ്ടില്ലേ, പഴങ്ങൾ കണ്ടില്ലേ, സുന്ദരികൾ കണ്ടില്ലേ, അത്യന്താധുനിക സൗകര്യങ്ങൾ, നല്ല നല്ല കല്യാണങ്ങളിൽ, ഹാജിമാരെ കല്യാണങ്ങളിൽ, ദീനീ പ്രവർത്തകന്മാരെ കല്യാണങ്ങളിൽ, ഉന്നത തറവാട്ടിൽ ജനിച്ചിരിക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ പോലും അല്ലാ കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് പുതിയാപ്പിളയോടൊന്നിച്ച് ചുറ്റിക്കറങ്ങി ആഡംബരം നടിക്കുന്നു, തുള്ളിച്ചാടുന്നു, കുലുക്കിപ്പാടുന്നു. ഇതൊക്കെ കാണാൻ എന്തൊരാനന്ദമാ, എന്തൊരു ചന്തമാ. മഹാഭൂരിപക്ഷം വരുന്ന 90% അർവാഹുകളും ആ ദുനിയാവ് തെരഞ്ഞെടുത്തു. 90% ആളുകളും ദുനിയാവിന്റെ പിറകെ പോയി. അല്ലാഹു പറഞ്ഞ് വിരോധമില്ല, അതും ഞാനാണ് സൃഷ്ടിച്ചത്. പോകുന്നവർക്ക് പോകാം, അങ്ങോട്ട് പോകാം, അതെടുക്കാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സ്വർഗം പടച്ചു.
സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്. അല്ലാഹ് ഇന്ന് വരെ സ്വർഗത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നൊരു ഖുർആനിലും ഇല്ല, ഒരു ഹദീസിലും ഇല്ല, ഒരാൾക്കും വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല. ഈ ദുനിയാവിലുള്ളതിന്റെ സാമ്പിളുകൾ, സ്വർഗത്തിലുള്ളതിന്റെ സാമ്പിളുകളാണ് ദുനിയാവില്. അത് ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ നിർമ്മിച്ചതാണ്.